ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഈ ചെടി കണ്ടോ? ഇതൊരു നാടൻ പിങ്ക് പെറ്റൂണിയ ചെടിയാണ്. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇത് ശരിക്കും എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടൻ പെറ്റൂണിയ ഒരു 3 മാസം 4 മാസം അതിനപ്പുറം നിൽക്കില്ല, പെട്ടെന്ന് നശിച്ചു പോകും എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് പോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു വർഷം, ഒരു 11 മാസത്തോളമായി ഈ പെറ്റൂണിയ ചെടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇത് ഞാൻ ഈ ചട്ടിയിൽ തന്നെ, ഈ സെയിം ചട്ടിയിൽ തന്നെയാണ് വളർത്തുന്നത്. എനിക്കിപ്പോഴും ഇത്രയും പൂക്കൾ തന്നെയുണ്ട്, നിറയെ പൂക്കൾ എന്നും ഉണ്ടാവാറുണ്ട്. ഇതുവരെ എനിക്ക് ഈ ചെടി നശിച്ചു പോയിട്ടുമില്ല കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ ഒത്തിരി ചെറിയ ചെടികൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ 3 മാസം 4 മാസം കൂടുമ്പോൾ നശിച്ചു പോവാതെ നമ്മുടെ സെയിം ചട്ടിയിൽ തന്നെ ഇതെങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു ഐഡിയയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം എനിക്ക് ആദ്യം കിട്ടിയ ചെടി തന്നെയല്ല ഇത്. ഈ ചെടിയിൽ നിന്ന് തന്നെ നമ്മൾ ഈ സെയിം ചട്ടിയിൽ തന്നെ പുതിയ ചെടികൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ, ശരിക്കും ഈ ചട്ടിയിൽ തന്നെ ഇപ്പം നമ്മൾ ഒരു പ്ലാന്റ് ഉണ്ട്, ഓക്കെ, 1-2 പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ, നെക്സ്റ്റ് പ്ലാന്റ് കട്ട് ചെയ്യാതെ തന്നെ, ഇത് കട്ട് ചെയ്താണ് നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്, കട്ട് ചെയ്ത് നട്ട്. അപ്പോൾ കട്ട് ചെയ്യാതെ തന്നെ ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒരു പ്ലാന്റ് ഇതിലേക്ക് തന്നെ, ഞാൻ ഇത് എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് തന്നെ കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഈ മണ്ണിലേക്ക് തന്നെ കുത്തി വെക്കുക. ഓക്കെ, കുറച്ചൊരു നമ്മൾ സാധാരണ നടുന്നത് പോലെ തന്നെ ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ കുത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? ഇത് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് അല്ല കുത്തുന്നത്. കട്ട് ചെയ്ത് സെപ്പറേറ്റ് കുത്തിയാൽ ചിലപ്പോൾ ഇത് വാടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഈ തണ്ട് ഒരിക്കലും വാടിപ്പോവില്ല. കാരണം നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ്, ഇതുപോലെ ഒരു തണ്ട് കട്ട് ചെയ്ത് വേറൊരു ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. വളരെയധികം നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ അങ്ങനെയല്ല, ഇതിൻ്റെ ഫീഡിംഗ് ഒക്കെ ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നടന്നുകൊള്ളും. അപ്പോൾ ഇതൊരിക്കലും വാടില്ല. പിന്നെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേരുകൾ വന്നിട്ട് ഇത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ മദർ പ്ലാന്റ് ഉണങ്ങിപ്പോകും. ഒരു 2-3 മാസം കഴിയുമ്പം മദർ പ്ലാന്റ് ഇത് ഇവിടെയൊക്കെ കണ്ടോ, ഇതുപോലെ ഞാൻ കുത്തി വെച്ചതാണ്. ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് നിന്നിരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ കട്ടർ കൊണ്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്, ഉണങ്ങിയ പോർഷൻസൊക്കെ. അപ്പോൾ ഇത് വീണ്ടും സെയിം ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് തന്നെ സെയിം ചട്ടിയിൽ ധാരാളം പൂക്കൾ വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കുത്തിവെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെയുള്ള ഇളം തണ്ടുകൾ കുത്തിവെക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ പൂ വന്നതല്ല ചെയ്യേണ്ടത് കേട്ടോ. ഞാനത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇത്രയും കൂടി മൂക്കാത്ത തണ്ട് നോക്കി വേണം നമ്മൾ ഇതുപോലെ കുത്തി വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരേ ചട്ടിയിൽ തന്നെ ഈ പെറ്റൂണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നശിച്ചു പോവുകയില്ല. പഴയ പ്ലാന്റുകൾ ഇതുപോലെ ഉണങ്ങി പോകുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം. അടുത്തൊരു ഐഡിയ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു നാടൻ പെറ്റൂണിയ തന്നെ, വൈറ്റ് കളറിലുള്ള പെറ്റൂണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വളർന്നു വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഇളം കമ്പ് നോക്കി അടുത്ത് തന്നെ ഒരു ചെടിച്ചട്ടി വെച്ചിട്ട് ഇതേപോലെ ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഇത് നട്ടതുപോലെ തന്നെ ഈ കൊമ്പ് ഈ തണ്ട് ഇതിലേക്ക് നട്ട് വെക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഒരു 1.5 ആഴ്ചയോളമായി ഞാൻ ഇതുപോലെ ചെയ്തിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. ഇതുവരെ ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്നും ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കണ്ടോ, ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇത് നല്ലപോലെ പിടിച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് ഈ ചെടി പിടിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കമ്പ് അല്ലെങ്കിൽ തണ്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അത് വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ അടുത്തടുത്ത് വെച്ച് കുത്തിവെച്ചാലും ഇതുപോലെ തന്നെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അതല്ലാതെ ഇതുപോലെ കുത്തിവെച്ചും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറിച്ച് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് പോട്ടിലാക്കി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം കിളിക്കുമോ എന്നറിയില്ല. നമ്മളിത് 1-2 ആഴ്ച നോക്കി കിളിർത്തതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. മറ്റേ രീതിയിൽ ചെയ്താൽ എന്തായാലും ഉറപ്പായിട്ടും അത് കിളിർക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, ഇതുപോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കും നല്ല പെറ്റൂണിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ എനിക്കിതിൻ്റെ സെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യമായ സെയിലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തൈകൾ നടുമ്പോൾ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.